മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ബിന്ദുവിന്റെ ഭർത്താവ് അല്പസമയം മുൻപ് പ്രതികരിച്ചപ്പോൾ അതിവൈകാരികമായ ഒരു പ്രതികരണം തന്നെയായിരുന്നു. അല്പസമയം മുൻപെങ്കിലും ബിന്ദുവിനെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു, ഒരു ജീവൻ നഷ്ടപ്പെടാതെ ഇരിക്കാമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ പ്രതികരണമാണ് കൂടുതൽ ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായതെന്നൊരു കാരണവും കൂടി അവിടെ ഉണ്ടല്ലോ. തീർച്ചയായും അതുതന്നെയാണ് എല്ലാവരും. അദ്ദേഹം ശക്തമായ രീതിയിൽ തന്നെ അതിൽ പ്രതികരിച്ചു. കാരണം ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയ ആളുകളെല്ലാവരും അവരുടെയും പ്രതികരണം അത് തന്നെയാണ്. 2 മണിക്കൂറോളം ഒരു രക്ഷാദൗത്യം വൈകി. അത് അതിവേഗത്തിൽ നടത്തിയിരുന്നെങ്കിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകിരുന്നില്ല എന്ന കാര്യം പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു അപകട സാഹചര്യത്തിലേ നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യുന്നൊരു വിഷയം എന്ന് പറയുന്നത് 2 മണിക്കൂറോളം ആളുടെ ബോഡി പുറത്തെടുക്കാൻ, ജീവനോടെ ഉണ്ടായിരുന്ന ബോഡി പുറത്തെടുക്കാൻ വൈകി എന്നത് തന്നെയല്ലേ ഏറ്റവും പ്രധാനം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട 2 മന്ത്രിമാർ അവിടെ വന്ന സമയത്ത് ആദ്യം തന്നെ അവർ പറഞ്ഞ 2 പ്രസ്താവനകളുണ്ട്. അതായത് അത് കാലങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്ന ഒരു കെട്ടിടമാണ്, അതിനകത്തൊരു പ്രവർത്തനവും നടക്കുന്നില്ല, ആരുമില്ല എന്നാണ്. അതായത് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാതെ തന്നെ അവർ ജനങ്ങളെയും അല്ലെങ്കിൽ ആ ആശുപത്രി ജീവനക്കാരെയും മറ്റുദ്യോഗസ്ഥരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ആദ്യം തന്നെ നടത്തിയത്. ആ ഒരു പ്രസ്താവനയുടെ പിന്നിലാണ് ഈ തെരച്ചിലും ആളെ തിരയാനുള്ള സമയം അത്രയും പോയത്. 2.25 മണിക്കൂർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് ഒരു മനുഷ്യജീവനെ സംബന്ധിച്ചോളം. ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ആരോഗ്യരംഗത്തെ ഒരു വലിയൊരു പരാജയമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം തുടരെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ വരുന്ന അനാസ്ഥയിലെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നത്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് ആ വലിയൊരു അനാസ്ഥയുടെ ഭാഗം തന്നെയാണ് അത്തരത്തിൽ ഉണ്ടായത് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം തന്നെ ഇവിടെ BJPയുടെ മണ്ഡലം ഭാരവാഹികളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം പല ഭാഗങ്ങളിൽ BJPയുടെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഈ വിഷയം അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തി നേരത്തെ തന്നെ സമരരംഗത്തുണ്ട് BJPയും യുവമോർച്ചയും അടക്കമുള്ള സംഘടനകൾ. ഈ ഒരു സംഭവം കൂടി പുറത്തു വന്നപ്പോൾ, കാരണം പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും അല്ലെങ്കിൽ ആതിഥ്യ ശുശ്രൂഷ രംഗത്ത് മെഡിക്കൽ കോളേജുകളുടെ ശോചനീയാവസ്ഥയിലെല്ലാം നടപടികൾ എടുക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അക്കാര്യത്തിൽ നടപടി ഉണ്ടാവാത്തതാണ് ഈ കെട്ടിടം ഈ തകർന്നു വീഴുന്ന സ്ഥിതിയിലേക്ക് എത്തിയത് എന്നും അതുപോലും വേണ്ടത്ര രക്ഷാദൗത്യം നടത്തുന്ന പരാജയമെല്ലാം തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്ന് വലിയൊരു പ്രതിഷേധം തന്നെയല്ലേ ഇക്കാര്യത്തിൽ BJPയുടെ ഭാഗത്തുനിന്ന്? ഈ കാര്യത്തിൽ BJPയുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഇന്ന് തലയോലപ്പറമ്പ് പഞ്ചായത്തിൽ മണ്ഡലത്തിൻ്റെ പ്രതിഷേധ പ്രകടനം തലയോലപ്പറമ്പിൽ വൈകിട്ട് 6 മണിക്ക് നടത്തുന്നതാണ്. വലിയ ഒരു വീഴ്ച സർക്കാർ തലത്തിൽ തീർച്ചയായിട്ടും. കാരണം ഒരു അപകടമുണ്ടായി ഉടനെ തന്നെ അറിഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് 2.5 മണിക്കൂർ എടുത്തു. 11 മണിക്ക് നടന്ന സംഭവം 1:30 കഴിഞ്ഞിട്ടാണ് ആ ബോഡി എടുക്കുവാൻ സാധിച്ചത്. എടുത്തപ്പോൾ തന്നെ ഒരു ചെറിയ അനക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് JCB വരാൻ താമസിച്ചു എന്നാണ് അവർ പറഞ്ഞ റീസൺ. പക്ഷേ JCB ഇല്ലാതെ തന്നെ കൈകൊണ്ടാണ് ആ ബോഡി എടുക്കാൻ സാധിച്ചത്. അത് തീർത്തും അധികാരികളുടെ ഒരു അനാസ്ഥയായി തന്നെ കരുതുന്നു. 2 മണിക്കൂറോളം ആൾ ജീവനോടെ കഴിയേണ്ടി വന്നു. അത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. കാരണം ഒരു സ്വന്തം മകളെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. അതിന് കാവലിരുന്നാണ് കുളിക്കുവാനായിട്ട് ബാത്റൂമിലേക്ക് വന്നതാണ്. പൂട്ടിയിട്ടിരുന്ന ബാത്റൂമായിരുന്നാണ് അധികാരികൾ പറഞ്ഞത്. പക്ഷേ പൂട്ടിയിട്ടിട്ടില്ലായിരുന്നു, അവിടെ തുറന്നു കൊടുത്തിരുന്ന ബാത്റൂമായിരുന്നത്. ദുരന്തങ്ങൾ വരുമ്പം വീഴ്ച പരിശോധിക്കാം എന്ന് പറയുന്ന ഒരു സംവിധാനമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ഡാമേജ് ആയിട്ടിരിക്കണേ കെട്ടിടം ഇതുവരെ ഒരു പൊളിച്ചു മാറ്റാനോ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനോ പറ്റില്ല. മറ്റു കാര്യങ്ങൾക്ക് ഇഷ്ടംപോലെ പണം ചിലവാക്കുന്നത് നമുക്കറിയാം. സർക്കാരിന് മന്ദിരം മോര് പിടിപ്പിക്കാനും എല്ലാം ഇഷ്ടംപോലെ പണം മുടക്കണുണ്ട്. ഇതുപോലുള്ള ഒരു അപകടം വരുമ്പം മൂടി ഒരു ബഹളം കാര്യങ്ങളെല്ലാം അത് തീർന്നു. ഇപ്പം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ പറയാൻ ആവർത്തിക്കുകയാണ്, തീർച്ചയായിട്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ കുടുംബമായി മാറി. കാരണം വെച്ചാൽ 2 പേരുടെയും കൂടെ വരുമാനം കൊണ്ട് കഴിഞ്ഞ് നമുക്കറിയാമല്ലോ, ഈ പ്രദേശം കണ്ടാൽ അറിയാമല്ലോ, ഇവിടുത്തെയൊക്കെ സിറ്റുവേഷൻ എന്നാന്ന് നമുക്കറിയാമല്ലോ. അപ്പം ഒരു കാര്യങ്ങളും നടക്കാതെ ജനങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കുടുംബത്തെയെങ്കിലും ഇനിയെങ്കിലും സഹായിക്കാനായിട്ട് തയ്യാറാവണം. ഈ കാര്യത്തിൽ വലിയ വീഴ്ച സർക്കാർ തലത്തിലുണ്ടായത് തന്നെയാണ് അവരെല്ലാവരും തന്നെ ചൂണ്ടിക്കാണി പറയുന്നത്. ഇനിയെങ്കിലും ആ
കുടുംബാംഗങ്ങളെയെങ്കിലും ബിന്ദുവിൻ്റെ കുടുംബത്തെയെങ്കിലും കൈത്താങ്ങ് നൽകി അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായങ്ങൾ എങ്കിലും സർക്കാർ തലത്തിൽ ഉണ്ടാകണം. ഇനി അത് മാത്രമാണ് ബിന്ദുവിന് വേണ്ടി ചെയ്യാൻ കഴിയുക എന്ന കാര്യമാണ് അവർ പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 കുട്ടികൾ, അവരുടെ പഠനം എല്ലാം തന്നെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആയിരുന്നു ബിന്ദു ഓടി നടന്നത്. ജീവിത ചെലവുകൾക്കായിട്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അതിനുവേണ്ടിയാണ് തൊട്ടടുത്ത ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലിക്ക് പോയിരുന്നത്. ഭർത്താവ് മറ്റ് ജോലികൾ ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തുകയും എല്ലാം ചെയ്തു. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ഒരു സ്ത്രീ ഇത്തരമൊരു അനാസ്ഥയുടെ ഭാഗമായി ജീവൻ പൊലിയുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഒരു പ്രതിഷേധവും ആഘാതവും തന്നെ ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നതാണ് ഇതിലേറ്റവും പ്രധാനമായും പറയുന്നത്. ഈ ഒരു ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാം. വേണ്ടപ്പെട്ട ആളുകൾ അവരെല്ലാവരും തന്നെ സഹപ്രവർത്തകരാണ്. നേരത്തെ അവർ നമ്മളോട് സംസാരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. കൂടുതൽ സഹപ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു ഈ വീട്ടിലേക്ക്. അവരാരും തന്നെ ഇത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്കൊന്നുമല്ല പോകുന്നത് എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായും പറയുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ വലിയ ഒരു വേദന അവരെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഉണ്ട്. മിഥുൻ അയ്യപ്പൻ കൂടി ചേരുകയാണ്. മിഥുൻ, ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി തന്നെ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം രൂക്ഷമാണ്. ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്നുണ്ട് പലയിടത്തും. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ അവസ്ഥ എന്താണ്? കാരണം അവിടെ പ്രമുഖ വ്യക്തികളെല്ലാം എത്തുന്നുണ്ട്. അപകട സ്ഥലം അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി അപകട സ്ഥലം സന്ദർശിക്കുന്നത് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധമെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപകട സ്ഥലം സന്ദർശിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് അവലോകന യോഗത്തിൽ മാത്രം പങ്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. പ്രിൻസിപ്പൽ കാര്യാലയത്തിലായിരുന്നു ഇന്ന് ഈ അപകടം നടന്നതിന് തൊട്ട് പിന്നാലെ മുതൽ മന്ത്രിമാരടക്കം തന്നെ ക്യാമ്പ് ചെയ്തിരുന്നത്. അവിടേക്ക് എത്തി ഏതാണ്ട് ഒരു 10 മിനിറ്റ് നീളുന്ന ഒരു സന്ദർശനം മാത്രമാണ് മുഖ്യമന്ത്രി ഇവിടെ നടത്തിയത്. മുഖ്യമന്ത്രിക്ക് രാവിലെ മുതൽ കോട്ടയത്ത് വിവിധ പരിപാടികളുണ്ടായിരുന്നു. മേഖല അവലോകന യോഗമുണ്ടായിരുന്നു. പിന്നാലെ അതുപോലെ തന്നെ മറ്റ് വനംവകുപ്പിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. വൈകിട്ട് സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പരിപാടികളാണ് ഔദ്യോഗികമായി മുഖ്യമന്ത്രിക്ക് നിശ്ചയിച്ചിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ രാവിലത്തെ പരിപാടി തുടങ്ങുന്നതോടുകൂടിയാണ് ഇവിടെ അപകടവും ഉണ്ടാകുന്നത്. പിന്നാലെ പരിപാടികളുമായി മുന്നോട്ട് പോവുകയും മന്ത്രിമാർ അപകട സ്ഥലത്തേക്ക് ഇരച്ചെത്തുകയാണ് ചെയ്തത്. പിന്നീട് ഇപ്പോൾ മുഖ്യമന്ത്രി അപകട സ്ഥലം സന്ദർശിക്കുമെന്ന് നിശ്ചയിച്ചിരുന്നെങ്കിലും വ്യാപകമായിട്ടുള്ള പ്രതിഷേധം പലയിടങ്ങളിലായി ഉയരുകയാണ്. യൂത്ത് ലീഗിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു, BJPയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതെല്ലാം മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലും സൂപ്രണ്ട് ഓഫീസിന് മുന്നിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സന്ദർശനം നിശ്ചയിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധ സാധ്യതകളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അപകട സ്ഥലം സന്ദർശിക്കുന്നത് ഒഴിവാക്കി അദ്ദേഹം മടങ്ങിയിരിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്ന കുറവിലങ്ങാട് സയൻസ് സിറ്റിയിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 10 മിനിറ്റ് മാത്രം നീളുന്ന ഒരു അവലോകന യോഗമാണ് മുഖ്യമന്ത്രി ഇവിടെ നടത്തിയത്. അതും ചെറിയ വിവാദത്തിലേക്ക് വഴിവെച്ച് ഈ അവലോകന യോഗം നടക്കുന്ന ഇടത്തേക്ക് കൈരളി TVക്ക് മാത്രമായിരുന്നു പ്രവേശനം ഉണ്ടായിരുന്നു. മറ്റു മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്ത് തടയുകയാണ് ഉണ്ടായത്. ഏത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴിവെച്ചു. അതിനുശേഷം ഏതാണ്ട് 10 മിനിറ്റിന് ശേഷം അദ്ദേഹം മടങ്ങി വരികയും ചെയ്തു. മാധ്യമങ്ങളോട് ഇക്കാര്യം സംബന്ധിച്ച് ഒരു വിശദീകരണം നടത്താനോ അല്ലെങ്കിൽ അപകടത്തിൽ പെട്ടവർക്കൊരു മരണമടഞ്ഞവർക്കൊരു ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അവലോകനം നടത്തി മടങ്ങി പോവുകയാണ് ഉണ്ടായത്. മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. ഇത്തരത്തിൽ അപകട സ്ഥലം സന്ദർശിക്കുകയും ചെയ്യാതെ അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. ഈ പ്രതിഷേധ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം മറ്റു സന്ദർശനങ്ങൾ ഒഴിവാക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അതിനുശേഷം ഈ അവലോകന യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ പുറത്തെത്തുകയും ചെയ്തു. ജില്ലാ കളക്ടർക്കാണ് അന്വേഷണ ചുമതല മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു മുൻവിധിയോട് കൂടിയുള്ള പ്രതികരണം തന്നെയാണ് ജില്ലാ കളക്ടറും വ്യക്തമാക്കിയത്. ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത് ഈ സംഭവത്തെ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമം ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒരു കെട്ടിടം തകർന്നു വീണു എന്നത് കാണാതെ ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഒരു സ്ലിപ്പ് ഉണ്ടായി എന്ന് മാത്രം കാണുക, ഒരു കെട്ടിട തകർച്ച എന്നുള്ള രീതിയിലേക്ക് കാണേണ്ടതില്ല എന്ന് അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. ഇപ്പോഴും പരിചരണത്തിൽ ഇരിക്കുന്ന പരിക്കേറ്റവർ ഉണ്ട്. ഒപ്പം തന്നെ ഒരാൾ മരിക്കുകയും ചെയ്തു, ഒരു വീട്ടമ്മ മരിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിൽ ഒരു
ഉണ്ടായിട്ട് ആ സംഭവത്തിന്റെ അന്വേഷണ ചുമതലയുള്ള ജില്ലാ കളക്ടറാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്തിയത്. മാത്രമല്ല വ്യക്തമായിരുന്നു ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുണ്ടായ വീഴ്ച വ്യക്തമായിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 10:45 കൂടി കെട്ടിടം തകരുകയും തകർന്ന സാഹചര്യത്തിൽ 11 മണിയോട് കൂടി തന്നെ മാധ്യമങ്ങളും അതുപോലെ തന്നെ മന്ത്രിമാരും എല്ലാം ഇവിടേക്ക് ഇരച്ചെത്തിയിരുന്നു. കാരണം തൊട്ടടുത്ത് തന്നെയായിരുന്നു മന്ത്രിമാരുടെ പരിപാടി നടന്നിരുന്നത്. അവിടേക്ക് എത്തിയ ഉടനെ തന്നെ ഇതിനോടകം തന്നെ ആളുകളെ എല്ലാം അവിടെ നിന്ന് മാറ്റി എന്നായിരുന്നു അവകാശപ്പെട്ടിരുന്നത്. വാർഡിലുണ്ടായിരുന്ന എല്ലാവരെയും മാറ്റിയെങ്കിലും ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരും കുടുങ്ങി കിടക്കുന്നില്ല എന്നുള്ള പ്രതികരണമാണ് മന്ത്രിമാർ നടത്തിയത്. പക്ഷെ പിന്നീട് തലയോലപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ബിന്ദുവിനെ കാണാനില്ല എന്ന് ബന്ധുക്കൾ പരാതിപ്പെടുകയും പോലീസിലും മാധ്യമങ്ങളിലും അറിയിച്ചതിനെ തുടർന്നാണ് തിരച്ചിൽ വീണ്ടും ആരംഭിച്ചത്. പക്ഷേ തിരച്ചിലാകട്ടെ ആരംഭിക്കാൻ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. കാരണം തിരച്ചിൽ നടത്തണമെങ്കിൽ വലിയ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ നടത്തണമെങ്കിൽ യന്ത്രങ്ങൾ എത്തണമായിരുന്നു. ഈ ഹിറ്റാച്ചി പോലുള്ള യന്ത്രങ്ങൾ അവിടേക്ക് എത്താൻ യാതൊരു വിധത്തിലുള്ള ഒരു വഴിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാർ നടന്നു പോകുന്ന വരാന്തയിലൂടെയാണ് ഈ ഹിറ്റാച്ചി എത്തിയത്. അവിടെ ആകട്ടെ സൂചനാ ബോർഡുകളും അതുപോലെ തന്നെ ചെറിയ മതിലുകളും എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം തകർത്ത് മാറ്റിയിട്ടാണ് തള്ളി മാറ്റിയിട്ടാണ് ഹിറ്റാച്ചി എത്തിയത്. അതിന് ഏതാണ്ട് 2 മണിക്കൂറിലധികം സമയം വേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് 1 മണിയോട് അടുപ്പിച്ച് മാത്രമാണ് ഈ ഹിറ്റാച്ചികൾ ഈ സംഭവ സ്ഥലത്തെത്തിയും ഈ അവശിഷ്ടങ്ങൾക്ക് മേൽ ഒരു അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടി നടത്തിയത്. ഏതാണ്ട് 11:10 കൂടി ഈ ഇവരുടെ മൃതദേഹം കണ്ടെത്തുകയാണ് ഉണ്ടായത്. ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ അല്പം മുമ്പ് കുറച്ചുകൂടി സമയങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ ഇവരുടെ ബിന്ദുവിനെ ജീവനോടെ തിരികെ എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇവരെല്ലാം ബിന്ദുവിന്റെ ബന്ധുക്കളടക്കം വ്യക്തമാക്കുന്നത്. അത് വലിയൊരു കാലതാമസം ഉണ്ടായത് തിരിച്ചടിയായി എന്നും പറയുന്നു. അത് വലിയ രീതിയിലുള്ള ഒരു വിമർശനം മാത്രമല്ല അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ അക്കാര്യങ്ങളെയെല്ലാം തന്നെ മന്ത്രിമാരും അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥരും കളക്ടർ അടക്കമുള്ളവർ തള്ളുകയാണ് ഉണ്ടായത്. യാതൊരു വിധത്തിലുള്ള വീഴ്ചയും ഉണ്ടായില്ല എന്ന കള്ളം പറയുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായി ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും.